ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ ഡക്ക് മപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് തന്നെ താറാവിനെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി അതിന് ശേഷം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്തു. കൂടെ തന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ മസാല കൂട്ടുകൾ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്ഥിരം ആൾക്കാർ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് വയണയില ഉണക്കിയതാണ് കേട്ടോ. അപ്പം അത് ഇത്രയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് നമുക്കൊരു 3-4 വിസിൽ കേട്ട് തിരിച്ചു തരാം. അന്നേരം തന്നെ ഇതൊന്ന് സെറ്റാവും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. കൊച്ചുള്ളി, ക്യാരറ്റ്, തക്കാളിപ്പഴം, സവാള, ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് എന്നിവയാണ് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ്. അടുത്തായിട്ട് നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, വയണയില ഉണക്കിയത് എന്നിവ കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവരെ ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആണ് നമുക്കിനി ബാക്കി ചടങ്ങുകൾ കിടക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡക്ക് അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സവാള നല്ല രീതിയിൽ അത്യാവശ്യം നമ്മുടെ ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ വഴട്ടിയെടുക്കുക. തീ അത്യാവശ്യം നിന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നല്ല രീതിയിൽ അതിനൊന്ന് വഴട്ടിയെടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ക്യാരറ്റിനെയും ഉരുളക്കിഴങ്ങിനെയും ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട്. പിന്നീട് നമ്മൾ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചുകൊണ്ട്, ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ വെളുത്തുള്ളി ചതച്ചില്ലായിരുന്നു. അപ്പം വെളുത്തുള്ളി നമ്മൾ ചതച്ചും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അവരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേന് തക്കാളിപ്പഴവും കൂടി ഇട്ട് നമ്മൾ വഴട്ടിയെടുക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്ത് വരും. കുറച്ച് നമ്മൾ ആ ഡക്കിനെ വേവിച്ച വെള്ളം ഇതിനകത്തുനിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പ്, നമ്മുടെ വേവിച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഈ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നല്ല രീതിയിൽ അവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഈ കൂട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് മീറ്റ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എത്രത്തോളമാണോ ഇറച്ചിയുള്ളത് അതിനനുസരിച്ച് നമുക്കത് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്താം. അതിനുശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡക്കിനെയും കൂടെ ആഡ് ചെയ്തു നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലും അതേപോലെ തന്നെ സാദാ പാലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കറിക്കൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലും സാദാപ്പാലും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡക്ക് മപ്പാസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ടാറ്റാ.